കുക്കിങ്ങിന്റെ ABCD എനിക്കറിയത്തില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്ഥിരം വടി ഉണ്ടാക്കുമായിരുന്നു ഫുഡ്. ചിന്ന 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 ചിന്ന. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചുമ്മാ ഒരു കുട്ടി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നുമില്ല, എന്താ പറയാ, ഇപ്പൊ നമ്മൾക്ക് സമയം ഒരു 7:30 ആയി കേട്ടോ. 7:30 ആയി. അപ്പൊ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ടൂണയാണ് കേട്ടോ, വൈറ്റ് ടൂണയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാം ബീഫും ചിക്കനും ഒക്കെ കഴിച്ചേച്ച് മടുത്ത്. അപ്പൊ ഞാൻ ഇന്ന് പോയി, ഞാനും സാറക്കുട്ടിയും കൂടെ പോയി മീൻ വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മീൻ കറി വെക്കണം വൈകിട്ട്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും തോരൻ വെക്കണം. പിന്നെ എന്താ, ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അപ്പൊ അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു കുട്ടി വ്ളോഗ്. അപ്പം എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മള് എന്താ പറയാ, ഈ ഒരു മാസമൊക്കെ ആയി ഞാനിപ്പോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പൊ വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല, നിങ്ങൾ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. എന്നാ പോലും ഒരു 1000 സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനല്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതില്. എന്താ പറയാ, 1000 പേര്. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഹസ്ബൻഡ്, എന്റെ മമ്മി, എന്റെ ബ്രദർ, ഈ 3 പേർക്കും, പിന്നെ ഒരു കസിൻ ബ്രദർ, ഇവർക്ക് ഇത്രയും 4 പേർക്കല്ലാതെ വേറെ ഒരാൾക്കും ഞാൻ യൂട്യൂബ് എടുത്തതായിട്ട് എന്റെ ഫ്രണ്ട്സിനോ എന്റെ നെയ്ബേഴ്സിനോ എന്റെ ഫാമിലിയിലുള്ളവർക്കോ ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ ബാക്കിയുള്ള അത്രയും ആൾക്കാരും എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്. അപ്പം എന്താ പറയാ, എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അപ്പം മുന്നോട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ആദ്യം തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ എടുക്കുമ്പോ വെക്കാം. അല്ല, ഇതെല്ലാം കൂടി ഇങ്ങനെ നിറഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് എന്തോ കാണുമ്പോൾ എന്തോ പോലെ എല്ലാം ഒന്ന് ഒതുങ്ങി ഇരിക്കുവാണെങ്കിൽ വെച്ചിട്ടില്ല കേട്ടോ. ക്യാബേജ് വാങ്ങിച്ചു, പിന്നെ ഒരു പപ്പടം, പിന്നെ ഒരു പാക്കറ്റ് തേങ്ങ ചിരവിയത്, മുരിങ്ങയില ഒന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇലക്കറികൾ കൂട്ടണമല്ലോ എന്ന് ഓർത്തിട്ടാണ് മുരിങ്ങയില, ചീരയില, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. പിന്നെ പാല്. ഇനി നമുക്ക് ഇവിടെ ഞാൻ ഉച്ചയ്ക്ക് കുറെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് അകത്ത് കയറ്റി വെക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഒതുങ്ങി കിട്ടുവേ. ഞാൻ വെച്ച ചോറാട്ടോ. അപ്പൊ ഇതിനെ എടുക്കാം. ഉച്ചയ്ക്ക് വെച്ചിട്ട് കഞ്ഞിവെള്ളം നമുക്ക് ആവശ്യമില്ല, കളയണം. കഞ്ഞിവെള്ളം ഒന്നും ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടമേ അല്ല കഞ്ഞിവെള്ളം. അപ്പൊ ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. അപ്പൊ ഇതാ മീന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഒന്ന് വൃത്തിയാക്കിയായിരുന്നു കേട്ടോ. ഇതേണ്ടേ മീന്. അപ്പൊ നമുക്കിത് കഴുകി എടുക്കാം. ഇവിടെ ഒരുപാട് മീൻ കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് ഈ സ്ഥിരം എന്താ പറയാ, അറിയാത്ത മീൻ ട്രൈ ചെയ്യാനോട് എനിക്കും താല്പര്യമില്ല, അച്ചാച്ചനും താല്പര്യമില്ല കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണോ അത് തന്നെ മാറ്റി മറിച്ചും. ഇപ്പം നമ്മുടെ കിളിമീന്, മത്തി, ഈ വൈറ്റ് ടൂണ, പിന്നെ ശേരി, അങ്ങനെ മീനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മളിങ്ങനെ സ്ഥിരം തിരിച്ചു മറിച്ചൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് മീനൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അറിയാത്തതാണോ, ടേസ്റ്റ് ചെയ്യാത്തതാണോ, നല്ലതാണോ അല്ലയോ അറിയാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ച് ഒരു പരീക്ഷണത്തിന് മുതിരാറില്ല. അത്ര തന്നെ. അപ്പൊ ഇത് കഴുകി ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ മീൻ ഇതാ ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ഉണ്ട് കേട്ടോ. 1 കിലോ ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല. പിന്നെ 1 കിലോ അങ്ങ് എടുത്തു. പിന്നെ ഞാൻ കരിയാപ്പല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുക്കാം. വിചാരിച്ച നമുക്ക് ചുമ്മാ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ ഇഞ്ചി എനിക്കിഷ്ടം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന കേട്ടോ. മറ്റേ നമ്മുടെ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഇങ്ങനെ കുത്തുന്ന, അതെനിക്കില്ല കേട്ടോ. അതുകൊണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് 2 ട്രിൻ വെക്കുമ്പോഴത്തേ നല്ല സെറ്റ് ആയി കിട്ടും കേട്ടോ.
പിന്നെന്താ, കുക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഏതൊരു കുക്കിങ്ങിന്റെ ABCD എനിക്ക് അറിയത്തില്ലായിരുന്നു. കല്യാണം കഴിയുന്ന സമയത്തൊക്കെ നമ്മളന്നേരം നമ്മുടെ സ്വന്തം വീട്ടിലൊന്നും ഒരു പണിയും ചെയ്യത്തില്ലല്ലോ. അതിപ്പോ പോയാലും ഞാൻ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പൊ എന്റെ മമ്മി എന്നോട് ചോദിക്കും, നീ ഇവിടെ അവിടെ അങ്ങനാണോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ കളിയാക്കി ചോദിക്കാറുണ്ട്. അപ്പോ എന്താ പറയാ വന്നേ, കുക്കിങ്ങിനെ പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ കുക്കിങ്. ഇപ്പം അച്ഛന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ആകെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാല് അരിഞ്ഞു കൊടുക്കുക, തൂക്കുക, ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ പണികളാണ് കേട്ടോ. ഫുഡൊക്കെ വെക്കുന്നതൊക്കെ കൂടുതൽ അമ്മ തന്നെയായിരിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വെക്കും. പക്ഷെ കറി, സാമ്പാർ അല്ലെങ്കിൽ എന്താ പറയാ, മീന്, ബീഫ് എല്ലാം വെക്കുന്ന അമ്മയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് പറക്കിയൊക്കെ ഞാൻ കൊടുക്കും. അതെനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ ഒരുവിധം എല്ലാം പഠിച്ചു വരുന്നിടം വരെയും. പക്ഷെ ഞാൻ ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പൊ പിന്നെ ഞാൻ എന്താ പറയാ തോരന് അങ്ങനെയൊക്കെ വെക്കും. പക്ഷെ എന്നാലും മീനും ബീഫും ഒക്കെ അമ്മ തന്നെയാണ് ഇപ്പോഴും വീട്ടിലെ കറിയൊക്കെ വെക്കുന്നത് കേട്ടോ. ഞാൻ വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇത് വെച്ചിട്ടില്ല. അതിന് വേണ്ടൊക്കെ ചിലപ്പോൾ എടുത്തു ഒക്കെ കൊടുക്കും, അരിഞ്ഞൊക്കെ കൊടുക്കും. അങ്ങനെ നമ്മൾ എന്താ പറയാ തന്നെ വന്ന് നമ്മൾ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇത്രയും ഫുഡൊക്കെ വെക്കാനും യൂട്യൂബിലൊക്കെ കുറെ സെർച്ച് ചെയ്തിട്ട് കുറെ അങ്ങനെയൊക്കെ വെച്ചാണ് പഠിച്ചേട്ടോ. ആദ്യമൊക്കെ വെക്കുമ്പോ എപ്പോഴും എനിക്ക് ഉപ്പ് കൂടുമായിരുന്നു. എങ്ങനെയാന്ന് അറിയത്തില്ല, കുറച്ചിട്ടാലും ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഉപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അച്ഛനും വഴക്ക് പറയും. കാരണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഉപ്പ് ഫീൽ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ ഫുഡ് കഴിക്കണം, കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം, കൂടി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ വിസിറ്റിനൊക്കെ വന്ന സമയത്തൊക്കെ ഞങ്ങൾ സ്ഥിരം വടി ഉണ്ടാക്കുമായിരുന്നു ഫുഡിന്റെ കേസ് പറഞ്ഞിട്ട്, ഉപ്പ് കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത്. അങ്ങനെയൊക്കെ ചെയ്താണ് എന്താ പറയാ ഇങ്ങനെ ആയത് കേട്ടോ. ഇപ്പോഴും ബൈ മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്. ചിലപ്പം എന്താ പറയാ ഉപ്പ് കൂടാറുണ്ട്, ഉപ്പ് കുറയാറുണ്ട്, പുളി കൂടാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ അല്ലേ. പിന്നെ പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഡിഷ് വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് രണ്ടാമത് വീണ്ടും വെക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ടേസ്റ്റ് വരത്തില്ല. പക്ഷെ ചെയ്ത് പോകുമ്പോൾ അങ്ങനെ വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കുക്കിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ പൊതുവെ എനിക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കിച്ചണിൽ കയറി ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പിന്നെ ചെയ്യണമല്ലോ, അങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കുന്നു. പിന്നെ തെറ്റില്ലാത്ത രീതിയിൽ ഇപ്പൊ ഫുഡൊക്കെ വെക്കും കേട്ടോ. ഫുഡും കറികളൊക്കെ ആണേലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനിപ്പോ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വല്ലപ്പോഴും ഇച്ചിരി ഉപ്പോ ഇച്ചിരി പുളിയൊക്കെ വന്നു കൂടിയും കുറഞ്ഞൊക്കെ ഒന്ന് പോകും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത് ക്രഷ് ചെയ്തിട്ട് തരാം കേട്ടോ. എനിക്ക് കയ്യൊറ ഇല്ലാതെ അരിയാൻ ഭയങ്കര പാടാട്ടോ. പാടെന്നല്ല, എനിക്ക് ചെയ്യാറില്ല, എനിക്ക് പേടിയാണ്. എനിക്ക് എപ്പോഴും കൈമുറിയും കൈ പൊള്ളും, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണ് ഞാൻ. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞിടുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇടുന്നതാണ്. നാട്ടിലാണെങ്കിൽ മറ്റേ അമ്മയ്ക്ക് മറ്റേ നമ്മുടെ ഇടിക്കുന്ന ഒരളുണ്ടായിരുന്നു ചെറുത്, അപ്പൊ അതാകുമ്പോ സൗകര്യം ഉണ്ടായിരുന്നു. ഓക്കെ, വട്ടവർ கொஞ்சம் பார்வை வளர கொஞ்சமே வந்தா தேடியே சென்னே தனக்கிடுமா കസക്കരുമാ കസക്കരുമാ. നേരത്തെ ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സോറി കേട്ടോ അങ്ങോട്ടന്നെ നോക്കിയത്, നേരത്തെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ മറ്റേ നമ്മുടെ റേഡിയോ കൊണ്ടുവെക്കും കേട്ടോ. എന്നിട്ട് FM വെക്കും വൈകിട്ടത്തെ. ഇവിടുത്തെ ഏതെങ്കിലും, എനിക്ക് കൂടുതൽ ഇഷ്ടം മറ്റേ നമ്മുടെ നൈല ഉഷേന്റെ ഒരു ഇതും പിന്നെ മീരാനന്ദന്റെ ഉണ്ട് കേട്ടോ. 103.5 ആണെന്ന് തോന്നുന്നു. അതും ഗോൾഡ് FM-ഉം ഹിറ്റ് FM-ഉം. ഹിറ്റാണ് നൈല ഉഷയുടേതും മിഥുന്റേതും, മറ്റേത് മീരാനന്ദന്റെ ആണ്. അപ്പൊ അത് രണ്ടും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അത് രണ്ടും മാറ്റി മറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പാട്ടും നല്ല പാട്ട് ഏതിലാണോ ഉള്ളത് അത് ചെയ്തു വെക്കും. അങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്.
പിന്നെ ചിലപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ മലയാളം സോങ്സ് അല്ലെങ്കിൽ തമിഴ് മൂവി AR റഹ്മാന്റെ ഒക്കെ സോങ് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഒരു ലിസ്റ്റ് ആയിട്ട് വരും. 10, 12, 15 ഒന്നിച്ചുള്ള ഒരു സെറ്റ് വരുമല്ലോ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് നല്ല പാട്ടൊക്കെ കേട്ട് നല്ല എൻജോയ് ചെയ്ത്, എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പാട്ടൊക്കെ കേട്ടിട്ട് നല്ല പാട്ടൊക്കെ കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ട് നല്ലല്ലേ. ചിന്ന ചിന്ന ആസை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முன்னு முத்து ஆசை மின்னிலவு போலே இன்னைராலே இங்கிருந்த போலே നാനേ ചിന്ന ചിന്ന ആസை. അപ്പൊ ഞാൻ 2 സ്റ്റെപ്പൊക്കെ ചെയ്യും കേട്ടോ ഇവിടെ നിന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒരു ഫ്ലോയില് ചിന്ന ചിന്ന ആസை അങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എന്റെ അച്ഛൻ എനിക്ക് മറ്റേ നമ്മുടെ FM-ന്റെ ഒരു സ്പീക്കറൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പാട്ട് പാടാൻ ഇഷ്ടമുള്ളത് മൈക്ക് സെറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ചെറിയ പാർട്ടിയൊക്കെ ഒരു വൈബ് വേണം തോന്നുമ്പോൾ നമുക്ക് തന്നെ എൻജോയ് ചെയ്യാനും പാട്ട് പാടാനൊക്കെ ആയിട്ട് ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ചാർക്കുട്ടിക്ക് ഇഷ്ടാട്ടോ അതൊക്കെ. അവൾക്ക് പിന്നെ അങ്ങനത്തെ ചെയ്ത് തുടങ്ങിയ പിന്നെ കിടക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ലൈറ്റ് ഓഫ് ചെയ്യാനും പാട്ട് നിർത്താനൊന്നും പറ്റത്തില്ല. അത് വേറൊരു പോയിന്റ്. കടുക് പൊട്ടി. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ചും കൂടി വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി പഠിക്കണം. കുറച്ച് ആധികാരികമായിട്ടൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് പുറത്തോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണെന്നുള്ള ഐഡിയ കിട്ടുന്നില്ല ഇതുവരെ. യൂട്യൂബിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണല്ലോ. അപ്പം അതിൽ നോക്കാം. ഈ ചൂട് കൂടിയിട്ട് ഈ കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത് പറഞ്ഞപ്പോ അത് ഇതാണോ എന്റെ കെട്ടിയോ എന്റെ അച്ഛൻ എനിക്ക് ചൂടായതുകൊണ്ടേ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു പുറത്തു കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അന്നേരം ഇപ്പം അവിടുന്ന് മേടിച്ചൊരു കുഞ്ഞു ഫാനാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ പിന്നെ ഇട്ടിട്ടില്ല, ഞാൻ AC ഇട്ടിട്ടുണ്ട്. അന്നേരം അത് അത്ര അങ്ങോട്ട് കിട്ടത്തില്ല. പകൽ സമയം നമുക്ക് ഒരു രക്ഷ ഇവിടെ നിൽക്കത്തില്ല. ഇപ്പൊ ഞാൻ സമയം 8 മണിയായി, അതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ചൂടില്ല. പിന്നെ AC ഇട്ടിട്ടുണ്ട്. അപ്പൊ പകല് പക്ഷെങ്കിൽ ഇപ്പൊ നമ്മള് ആ AC ഇട്ടാൽ നമുക്ക് കിച്ചണിലോട്ട് അത്രയും അങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ. ഭയങ്കര ചൂടായിരിക്കും. അതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. ഇതാ നോക്ക്, നല്ല കുടംപുളിയാണ് കേട്ടോ. എന്റെ മമ്മിയുടെ വീട്ടിലെയാണ്. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്. അപ്പൊ 2 ഡബ്ബയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ഒരു ഡബ്ബ തീർന്നു. അപ്പൊ അടുത്തത് അപ്പൊ ഇങ്ങനെ ഞാൻ വേറൊരു ഡബ്ബേനെ ഇതിലിട്ട് വെക്കും. ഇപ്പൊ ഇതേ കണ്ടില്ലേ, ഇല്ല. അപ്പം അതില് തീർന്നു കേട്ടോ. ഒരു ഡബ്ബ ഫുൾ ഉണ്ടായിരുന്നത് തീർന്നു. ഈ ഡബ്ബയല്ല കേട്ടോ, വേറെ വലിയ ഡബ്ബയായിരുന്നേ. അപ്പൊ അതിൽ നിന്ന് ഇട്ടിട്ട് ഇതിനകത്തോട്ട് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നേ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇനിയിപ്പോ ഇത് പൊട്ടിക്കാം. കണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പൊട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇതിപ്പോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോകും. പിടിച്ചു ഒന്ന് കഴുകട്ടെ. കഴുകിയിട്ട് ഇന്ന് പൊക്കോ, തുമ്മും. സാർക്കുട്ടി പൊക്കോ. നശിക്കുന്നോ? അമ്മ ഇതൊന്നും ഒഴിച്ചിട്ട് വരാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അമ്മ വരും. സാർക്കുട്ടി അവിടെ പോയിരിക്കാം. അമ്മ വരും കേട്ടോ. നശിക്കുന്നു. അതങ്ങനെയാട്ടോ. നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ഉണ്ടോന്ന് പറയണേ. ഓക്കെ.
ഞാൻ ഈ കിച്ചണിൽ കയറുന്നുണ്ട് എൻ്റെ സാറക്കുട്ടിക്ക് വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് എല്ലാ പണിയെല്ലാം ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് കിടക്കാൻ പോകുമ്പോ അപ്പൊ അവൾക്ക് വേണ്ടാത്തൊന്നുമില്ല കേട്ടോ. എല്ലാം കുട്ടിക്ക് ആവശ്യമാണ്. കിടത്തത്തുമില്ല, കിച്ചണിൽ ഒരു പണി എടുപ്പിക്കത്തുമില്ല. ലിറിക്സ് ഒന്നും അറിയത്തില്ല, എന്നാലും വലിയ പാട്ടുകാരിയാണെന്ന് വിചാരം. കുറച്ചും കൂടെ പോകണം. തോട ഉപ്പ് കരവും നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് നമ്മുടെ മീൻ പീസ് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് നമ്മുടെ മീനുകൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, എപ്പോഴും ഇങ്ങോട്ട് നോക്കുക. ക്യാമറ അവിടെയാണ് സ്നേഹ, അവിടെയാണ്. നീ അങ്ങോട്ട് ഫോക്കസ് ചെയ്യൂ. ഞാൻ സ്ക്രീനിലോട്ടൊന്ന് നോക്കി പോവാം. ക്യാമറയിലോട്ട് നോക്കിയെങ്കിലല്ലേ നിങ്ങളെ നോക്കുന്ന പോലെ ഫീൽ ചെയ്തുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ തെക്കോട്ടും വടക്കോട്ടും നോക്കുന്ന അവസ്ഥയായി പോകും. നല്ല സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുക്കാം. വെള്ളം പോകും. கொஞ்ச நேரம் கொஞ்சம் பேசிக்கூடாத. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ട് സിമ്മയിൽ ഇട്ട് കൊടുത്താൽ മതി. സാറക്കുട്ടി കഴിക്കാൻ എന്തെങ്കിലും ചോദിച്ചായിരുന്നല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കപ്പ് കേക്ക് ഇട്ട് കൊടുക്കാം. സമയം ഇപ്പൊ ഇത്രയായി. ഇനിയിപ്പോ ചോറ് കഴിക്കരുത്, അപ്പം പൊടിഞ്ഞു പോയി. ഇനിയിപ്പോൾ അടുത്ത അജണ്ട എന്ന് പറയുന്നത് ഈ റൂമും ഹോളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ള കേട്ടോ. എത്രയും വൃത്തികേടാവാവോ അത്രയും വൃത്തികേടായിട്ട് ആ റൂമൊക്കെ കിടക്കുന്ന കേട്ടോ. നമ്മൾ കിടന്നിട്ടൊക്കെ എണീറ്റ് പോകുമ്പോഴത്തേക്ക് ഇനി ബെഡ്ഷീറ്റൊക്കെ അവിടെ ഇവിടെ ഇതുണ്ടാവും. ആ ടേബിളിൽ ഇനി നിരത്താൻ ഇനി ഒന്നുമില്ല ഈ പെണ്ണ്. അപ്പം അധികമൊന്നുമില്ല, എല്ലാം ഒന്ന് അടുക്കി പറ. ചെരുപ്പൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അത് അടുക്കി പറക്കാനായിട്ട് വന്ന സമയത്ത് നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഒരു ബ്ലൂബെറിയുടെ യോഗോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്ലേവേർഡ് ആയിട്ടുള്ള. അപ്പോൾ അത് ഞാൻ കഴിക്കാനുണ്ട്. അപ്പോൾ സാറക്കുട്ടിക്ക് ഞാൻ ചോക്ലേറ്റിൻ്റെ കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഞാൻ കുറച്ചൊന്ന് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ മീൻ കറി വെക്കാനായിട്ട് പോയത്. അപ്പോൾ അത് എടുത്ത് വന്ന് അതുകൂടെ കഴിച്ചു. എന്നിട്ട് എല്ലാം അടുക്കി പറക്കി വെക്കുക കേട്ടോ. ഇത് അവിടെ ഇവിടെ എല്ലാം ഓരോന്ന് ഇട്ടിട്ടുണ്ട്, ഡ്രസ്സും ചെരുപ്പും. അപ്പോൾ എല്ലാം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ റൂമും അല്ലെ നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിക്ക് അടുക്കി പറക്കി കിടക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്കൊരു സമാധാനമാകുന്നത്. എനിക്കങ്ങനെ കേട്ടോ. എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ശരിയാണ്, കുഞ്ഞുങ്ങളാണ്,
ഉള്ള പിള്ളേരുള്ള വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും നമുക്കൊരു എന്താ പറയുക, നല്ല ക്ലീനായിട്ട് നമുക്കിങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല ഒരു പ്ലസൻ്റായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെയൊക്കെ നല്ല ക്ലീനായിട്ട് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നത് കാണുമ്പോഴായിട്ട് എനിക്ക് സമാധാനം, എനിക്ക് മൈൻഡിലൊരു ഒരു സന്തോഷം കിട്ടുന്ന കേട്ടോ. ഇങ്ങനെ വലിച്ചു വരി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങ് എന്തോ പോലെ കേട്ടോ. അപ്പം ഞാൻ മാക്സിമം ഇങ്ങനെ അടുക്കി വെക്കും. പിന്നെ ആ പെണ്ണാണ് അറിയാമല്ലോ, പിള്ളേരുള്ള വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ അത് നമ്മൾ അഡ്ജസ്റ്റായി പോകുന്നു. ഇപ്പം തന്നെ കണ്ടില്ല, ഇപ്പം എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുന്നത്, കാണുമ്പോൾ തന്നെ ഒരു സുഖം തോന്നും അല്ലേ. എല്ലാം ഫുള്ള് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് ഞാനിപ്പോൾ ഈ അടുക്കി അതിനകത്ത് സ്റ്റാൻഡിൽ എല്ലാം കൊണ്ടുവച്ചു, ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. എന്നിട്ട് ഇത് അടുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേന് പെണ്ണ് ഇതെല്ലാം എടുക്കും കേട്ടോ. അപ്പം അത്യാവശ്യം എന്നെ വഴക്ക് പറയും, ഞാനിങ്ങനെ നീ എന്തിനെങ്ങനെ നിരത്തുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേന് അത്യാവശ്യം ചോദിക്കും, പിന്നെ അവൾക്ക് കളിക്കാൻ വാങ്ങിച്ച സാധനമല്ലേ, അപ്പോൾ അവൾ കളിക്കണ്ടേ എന്നും ചോദിക്കും കേട്ടോ. ശരിയാണ്. പിന്നെ ഇതിങ്ങനെ നിരത്തി ഇടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്ന എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ട് നല്ലത് ചാറൊക്കെ നല്ല പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ഇഡ്ഡലിയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മുടെ മീൻകറിയും ചൂടോടെ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറയ്ക്ക് ഫുഡൊക്കെ കൊടുക്കും. പിന്നെന്താ, അധികം വീഡിയോ ഒന്നും ഇല്ല. ഇങ്ങനെ ഇരിക്കുന്നതിന് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് കുറച്ച് വീഡിയോസും റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കണോ? വേണ്ട അല്ലേ, ഇനിയിപ്പോൾ ഒന്നും ഇല്ല. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.